ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകാൻ തുടങ്ങി. ഇപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷനാണ് അമ്മക്കുട്ടിക്കും കുഞ്ഞാപ്പിക്കും ചേച്ചിയുടെ മോക്കും ബ്രദറിൻ്റെ മോക്കും. അപ്പോൾ ഞങ്ങൾ ടയർഡാണ്, പക്ഷെ അതൊന്നും നോക്കാതെ തന്നെ ഇവർക്ക് വെക്കേഷനല്ലേ, അപ്പോൾ എല്ലാവരും കൂടെ പോയാൽ എല്ലാ രസമുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ മാരാരി കുളത്ത് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മൾ ബുക്ക് ചെയ്തതാണ്. അപ്പം നമ്മൾ റിസോർട്ടിലേക്ക് നേരെ പോവുകയാണ്. അവിടെ 12 o'clock ചെക്ക് ഇൻ ചെയ്യേണ്ടത്, നൂണിന്. അങ്ങനെ ഞങ്ങൾ മാരാരി ബീച്ച് റിസോർട്ടിലെത്തി. ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്ന് ഞങ്ങളെ വെൽക്കം ചെയ്തു. അങ്ങനെ ഞങ്ങളിവിടെ മാരാരി റിസോർട്ടിലെത്തി. അപ്പം ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ്. ഇത്ര സമയം ഞങ്ങൾ വെയിലൊന്ന് പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ പോയി കഴിച്ചു. ഞങ്ങൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു, ലഞ്ച്. പിന്നെ ഞങ്ങളിവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ബീച്ചിലേക്ക് പോവുകയാണ്. ഇപ്പം വെയിലൊക്കെ കുറഞ്ഞു, ഓൾമോസ്റ്റ് 5:20 ആയി. ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ്. എനിക്കാണെങ്കിൽ പനി പിടിച്ചു. എന്നാ എന്ത് ചെയ്യുന്നു പറ, പനിയായിട്ട് പോവുകയാണ് ബീച്ചിലേക്ക്. കുഞ്ഞാപ്പി റെഡിയായി നിൽക്കുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ 2 റൂം എടുത്തിട്ടുണ്ട്. നമുക്കൊരു വെള്ളമൊക്കെ തന്നിട്ടുണ്ട്, ബെഡ്, ലഗേജൊക്കെ വെച്ചു. ഇവിടെ നമുക്കൊരു സ്റ്റാൻഡുണ്ട്. ഇവിടെ നമുക്കൊരു മേക്കപ്പ് റൂമുണ്ട്. ഇവിടെ ഒരു മേക്കപ്പ് റൂമുണ്ട്, ഞാൻ മേക്കപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മുടെ റെസ്റ്റ് റൂം. അപ്പോൾ നമുക്കിവിടെ സൺസെറ്റ് കാണാം. നമ്മുടെ സണ്ണിങ്ങനെ താന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞുകൊണ്ട് ബീച്ചിൽ എൻജോയ് ചെയ്യാൻ നല്ല അടിപൊളി പറ്റിയ സമയമാണ്. അപ്പം ഞങ്ങളിവിടെ ബീച്ചിലും നമ്മുടെ കടലിലും ഒക്കെ ആയിട്ട് ഇറങ്ങി എൻജോയ് ചെയ്യുകയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ആണെങ്കിൽ ചേച്ചി, അമ്മക്കുട്ടിയും കുഞ്ഞാപ്പിയും എല്ലാവരും പിടിച്ച് വെള്ളത്തിൽ മുക്കുവാണ്. എല്ലാവരുടെയും പേടികളെയൊന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കാറിക്കൊണ്ട് ഓടുകയാണ്. പിന്നെ ആണെങ്കിൽ അമ്മ വെള്ളത്തിൽ ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സീറ്റ് ഉണ്ടാക്കി കൊടുത്തു. ബീച്ചിൽ അവിടെ ഇരിക്കുകയാണ്. ഇവിടെ അടുത്തടുത്ത് കുറേ റിസോർട്ടുകളുണ്ട്. അവിടുത്തെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഇങ്ങനെ സീയിലേക്ക് പോകാൻ, ബീച്ചിലേക്ക് പോകാനുള്ള ആക്സസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ കിടന്ന് എൻജോയ് ചെയ്യുകയാണ്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഫിഷിങ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ നമുക്കതും കാണാൻ പറ്റി. ഫിഷിങ് 2-3 ആൾക്കൂട്ടർ ചെയ്യുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ ഫിഷിനെയും കൊണ്ട് കരയ്ക്ക് വരും. എന്നിട്ട് ആ ഉള്ള ഫിഷിനെ ആ ബീച്ചിൽ തന്നെ വെച്ച് അന്നേരം അവർ അതിനെ ഫിഷിനെ വിൽക്കുന്നുണ്ട്. ഞങ്ങളതൊക്കെ കണ്ടു. ഫിഷിനെ നമുക്ക് നല്ല ഫ്രഷ് ഫിഷിനെ അത് കാരണം കാണാൻ പറ്റി. ഇവിടെ മഴയുണ്ട്.
കണ്ടോ? പിടിക്കേ അമ്മച്ചെ കാണിച്ചോ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ പോയി ഫോട്ടോ നോക്ക്. അമ്മ അപ്പോൾ ഞങ്ങളിവിടെ നൈറ്റിൽ ഇവിടെ അപ്സ്റ്റേറി വന്നിരിക്കുകയാണ്. നമ്മുടെ റിസോർട്ടിൻ്റെ അപ്സ്റ്റേഴ്സ്. നമുക്കിവിടെ പാട്ടൊക്കെ പാടാനുള്ള സംവിധാനമുണ്ട്, TV എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പൊറോട്ട മതി. പൊറോട്ട, ഗാർലിക് ചിക്കൻ, പെപ്പർ ബീഫ്, ചിക്കൻ ഫ്രൈ എല്ലാം ഓർഡർ ചെയ്തു. 7up ഒക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിക്കുകയാണ്. ഇവിടെ കുഞ്ഞാപ്പിയും അമ്മക്കുട്ടിയൊക്കെ ഭയങ്കര പാട്ടായിരുന്നു. എനിക്ക് സൗണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് പാടാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾക്കിവിടെ റിസോർട്ടിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ്. ലഞ്ച് ആൻഡ് ഡിന്നർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. അല്ലെങ്കിൽ ഇവരോട് പറഞ്ഞാൽ ഇവർ നമുക്ക് കുക്ക് ചെയ്ത് തരും. പക്ഷെ ഞങ്ങൾ പുറത്തുനിന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു. ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ് രാവിലെ. എൻ്റെ പുറകെ 2 പേരുടെ ഉണ്ട്. ഞങ്ങളെല്ലാവരുടെ രാവിലെ ബീച്ചിലേക്ക് പോവുകയാണ്. അവരല്ലെങ്കിൽ ആ റിസോർട്ടിൻ്റെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ എളുപ്പം പോകും, അല്ലെങ്കിൽ ഇവിടെ വെയിലാവുമെന്ന്. ഇപ്പോൾ ഓൾറെഡി 8:30 ഒക്കെ ആയി. എൻ്റെ സൗണ്ടും പോയിരിക്കുകയാണ്. വെയിലുണ്ട്. രാവിലെ 7 മണിയാകുമ്പോൾ വരണമെന്ന് വിചാരിച്ചായിരുന്നു, പറ്റിയില്ല, ഉറങ്ങിപ്പോയി. എല്ലാവരും കക്ക പെറുക്കുകയാണ്. കക്ക ഫൈൻഡിങ് ഫോർ അമ്മക്കുട്ടിക്ക് കക്ക കളക്ഷൻ. ഇവിടെ അമ്മക്കുട്ടിക്ക് വേണ്ടി കളക്ട് ചെയ്യുവാണ്. ഷെല്ല് അതാണ്ട് ഇപ്പോൾ ഒരു തീര ഭയങ്കര കടിച്ചു വന്നു. ഭയങ്കര വേവാണ് ഇവിടെ. അമ്മക്കുട്ടിക്ക് ഇത് ഷെല്ലെല്ലാം കൂടെ കളക്ട് ചെയ്യും. ഒക്കെ മെമ്മറിക്ക് വേണ്ടി. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. അവരൊക്കെ രാവിലെ വെയിലായപ്പോൾ നടക്കാൻ എല്ലാവരും വരുവാണ്. അവർ 2 വെള്ളത്തിൽ അമ്മക്കുട്ടി അവിടെ കക്ക തപ്പുവാണ്. അവർക്ക് കക്ക കളക്ഷൻ മെമ്മറിക്ക് വേണ്ടി കക്ക വേണം. ആ ബോട്ടൊക്കെ പോകുന്നുണ്ട്. വേറെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം രാവിലെ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ബീച്ച് ഓഷന് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. രാമശക്തിരിക്കുന്നു. നിങ്ങൾ കുറെ നടക്ക്.
അവിടെ അങ്ങ് ദൂരെ നമുക്ക് ബോട്ടൊക്കെ പോകുന്ന കാണാവേ. നമുക്കൊക്കെ ഓൾറെഡി വെള്ളത്തിൽ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി അത്തങ്കപ്പള്ളിയിലൂടെ കയറി പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണേ. എനിക്കിവിടെ വന്നിട്ട് വെയിലെല്ലാം കൊണ്ട് പിന്നെ എൻ്റെ സൗണ്ടെല്ലാം പോയി. അതിനുള്ള സൗണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പറയുകയാണ്. അങ്ങനെ റിസോർട്ടിലെ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ഇപ്പോൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് ആപ്പിൾ നമ്മുടെ ഓറഞ്ചൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങി. പിന്നെ നമ്മുടെ മണർകാട്ടുള്ള ബെസ്റ്റ് ബേക്കറിയിൽ കയറി കുറച്ച് നമ്മുടെ ബേക്കറി ഐറ്റംസ് എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് ബെസ്റ്റ് ബേക്കറിയിൽ നിന്ന് ശർക്കര വരട്ടി വാങ്ങിച്ചു, ഒരു ബോക്സ്, ഒരു ബ്രെഡ് വാങ്ങിച്ചു, കുറച്ച് ജിലേബി വാങ്ങിച്ചു, ബനാന ചിപ്സ് വാങ്ങിച്ചു, കൊഴലപ്പം, കുറച്ച് ഡേറ്റ്സ് വാങ്ങിച്ചു, കുറച്ച് കാഷ്യൂ വാങ്ങിച്ചു, പിന്നെ കുറച്ച് ചേട്ടൻ വാങ്ങിച്ചു. ഇതൊക്കെയാണ് ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് ഓറഞ്ചും ആപ്പിളും വാങ്ങിച്ചു.